ാണ് എന്താണ് ഈ പൈതൺ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഏതൊക്കെ ഡാറ്റ ടൈപ്പുകളാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, നമ്പേഴ്സ്, അതായത് നമ്പർ ഡാറ്റ ടൈപ്പ്. അതിൻ്റെ സബായിട്ട് 3 ടൈപ്പുകൾ ഉണ്ടായിരുന്നു, ഇൻറ്റ്, ഫ്ലോട്ട്, കോംപ്ലക്സ് നമ്പേഴ്സ്. ഇങ്ങനെ 3 രീതിയിലാണ് അതിനെ സബായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ ഈ നമ്പർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമ്മൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ പോലെ ഇൻറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ഒന്നും ഡിക്ലെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് a=5 അല്ലെങ്കിൽ a=10 എന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ സിസ്റ്റം ഇംപ്ലിസിറ്റ്ലി എന്ത് ചെയ്യും, അതിനെ ഏത് ഡാറ്റ ടൈപ്പാണോ വേണ്ടത് അതിലേക്ക് കൺവേർട്ട് ചെയ്യും. അവിടെ നമ്മൾ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് അത് നമ്പർ ആയിരുന്നു എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് അതൊരു ഇൻ്റ് ആണ്, അതൊരു ഫ്ലോട്ടാണ്, അതൊരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. സിസ്റ്റം ഈസിലി ഇൻ്റർപ്രറ്റ് ചെയ്തുകൊള്ളും. നമ്പർ സ്റ്റോഴ്സ് ന്യൂമറിക് വാല്യൂസ്. എന്തിനാണ് നമ്മൾ ഈ നമ്പർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്? ന്യൂമറിക് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് 3 രീതിയിലുള്ള നമ്പേഴ്സാണ് അല്ലെങ്കിൽ നമ്പർ ഡാറ്റ ടൈപ്പാണ് പൈതണിനകത്തുള്ളത്, ഇൻറ്റീജർ, ഫ്ലോട്ട്, കോംപ്ലക്സ് വാല്യൂസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ആസ് എ യൂസർ സിസ്റ്റം തന്നെ അത് ചെയ്യും. സോ നമുക്ക് ഏത് ടൈപ്പാണ് അല്ലെങ്കിൽ ഏത് ഡാറ്റ ടൈപ്പാണ് അതിനകത്ത് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഇന്ന ഡാറ്റ ടൈപ്പാണ് ആ വേരിയബിളിനകത്ത് ഉള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാനുള്ള വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ഈസ് ഇൻസ്റ്റൻസ്. അതായത് ഒബ്ജക്റ്റ്, അതായത് പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിനകത്ത് ബിലോങ്സ് ആയിട്ടാണോ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ എക്സിസ്റ്റ് ആയിരിക്കുന്നത് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ് ഈസ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദെൻ പൈതൺ ക്രിയേറ്റ്സ് നമ്പർ ഒബ്ജക്ട്സ് വെൻ എ നമ്പർ ഈസ് അസൈൻ ടു എ വേരിയബിൾ. ഒരു നമ്പർ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴേക്ക് ഒരു നമ്പർ ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞ പോലെ സിസ്റ്റം തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അത് ഒരു ഇന്ന നമ്പറിനകത്ത്, അതായത് കോംപ്ലക്സ് നമ്പറിനകത്തായാലും ശരി, ഫ്ലോട്ട് നമ്പർ അതിനകത്തായാലും ശരി, അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഈസ്റ്റ് ഇൻസ്റ്റൻസ് ഫംഗ്ഷനുമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്, a=5, പ്രിൻറ്റ് ദ ടൈപ്പ് ഓഫ് a, b=40.5, print the type of b, c=1 + 3j, print the type of c, print c is a complex number, is instance 1 + 3j, complex. ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം a=5 എന്നേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ സി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എത്ര സിമ്പിളല്ല ശരിക്കും ഒരു കോഡ് ചെയ്യുമ്പോൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നതൊന്നും. ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കുറേ പാർട്ടുകളായിട്ട് സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ നമ്മൾ ആ സ്റ്റെപ്പുകളൊക്കെ മിനിമൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ a=5 എന്ന് പറയുന്ന ആ ഒരൊറ്റ സ്റ്റെപ്പേ അവിടെ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഏതാണ് അവിടെ അവർ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ഏത് ടൈപ്പാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ടൈപ്പ് ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്തത്. പിന്നെ b=40.5 എന്ന് പറയുന്നത് അത് ഏത് ടൈപ്പാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ c=1 + 3j എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ ആസ് എ യൂസർ നമുക്കത് ഏത് ടൈപ്പാണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ അതും ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓഫ്കോഴ്സ് എന്തായിരിക്കും, അത് കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. കാരണം എന്താണ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻറ്റീജർ ടൈപ്പിനെ കുറിച്ചും ഫ്ലോട്ടിനെ കുറിച്ചും കോംപ്ലക്സിനെ കുറിച്ചുമാണ്. പിന്നെ ലാസ്റ്റ് വന്ന കോഡ് നോക്കൂ, പ്രിൻറ്റ് c is a complex number, ഈസ് ഇൻസ്റ്റൻസ് 1 + 3j, കോംപ്ലക്സ്. അതായത് അത് ഒരു പെർട്ടിക്കുലർ ക്ലാസ് ബിലോങ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളൊരു കോഡാണത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ടൈപ്പ് ഓഫ് എ ആയിരുന്നു. ദ ടൈപ്പ് ഓഫ് എ ക്ലാസ് ഇൻറ്റ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ക്ലാസ് ആണ്. ടൈപ്പ് ഓഫ് ബി എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടാണ്. ടൈപ്പ് ഓഫ് സി എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആണ്. പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ് നമ്മൾ കണ്ട മറ്റേ ഈസ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. സി ഈസ് എ കോംപ്ലക്സ് നമ്പർ, ട്രൂ, അത് ട്രൂ ആണ്. സി ഈസ് എ കോംപ്ലക്സ് നമ്പർ കൊടുത്തു, കേട്ടോ. ഈസ് ഇൻസ്റ്റൻസിൻ്റെ ആൻസറായിട്ട് ട്രൂവും കൊടുത്തു. അതായത് നമ്മളവിടെ ചെക്ക് ചെയ്തതാണ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത്. ഇനി നമുക്ക് ഓരോ കൺസെപ്റ്റുകളും നോക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റാണ് ഇൻറ്റ്, പിന്നെ വന്ന ഫ്ലോട്ട്, പിന്നെ കോംപ്ലക്സ്. നമുക്ക് ഓരോന്നും നോക്കാം എങ്ങനത്തെ ടൈപ്പുകളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇൻറ്റീജർ വാല്യൂവിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ 10, 2, 29, -20, -150 എന്നൊക്കെ പറഞ്ഞ് ഏത് നമ്പറും, അതായത് എനി ലെങ്ത്തിലുള്ള നമ്പേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഏത് ലെങ്ത്തിലുള്ള ഇൻറ്റീജർ നമ്പേഴ്സും നമുക്ക് ഇതിനകത്ത് അലോക്കേറ്റ് ചെയ്യാൻ കഴിയും.
പൈതണിനകത്ത് പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഇൻഡ് എന്ന് പറഞ്ഞ നമ്പറിന് ഇത്ര ലെങ്ത്തേ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇറ്റ്സ് വാല്യൂ ബിലോങ്സ് ടു ഇഞ്ച്. അത് ഇൻഡിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഒരു ഇൻറ്റിജർ വാല്യൂവിന് ഏത് ലെങ്ത്തിനകത്തുള്ളതായാലും ശരി അത് ഇൻഡാണ്. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റേ നമ്മൾ ഷോർട്ട് ഇൻഡ്, ലോങ് ഇൻഡ് അങ്ങനെ കൊടുക്കേണ്ട പെർട്ടിക്കുലർലി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞ പോലെ സിസ്റ്റമാണ് അത് ഇംപ്ലിസിറ്റ്ലി സെറ്റ് ചെയ്യുന്നത്. സോ ഇൻഡ് ആകുമ്പോൾ ഏത് ലെങ്ത്തുള്ളതും ഇതിനകത്ത് പോസിബിളാണ്. നോ റെസ്ട്രിക്ഷൻസ് അറ്റ് ഓൾ. പിന്നെ വരുന്നതാണ് ഫ്ലോട്ടിൻ്റെ കേസ്. ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഡെസിമൽ പോയിൻറ്റുകളുള്ള നമ്പേഴ്സ് വരുമ്പോൾ അവിടെ നമ്മളത് ഫ്ലോട്ടാണ് സിസ്റ്റം അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് 1.9, 9.902, 15.2 എക്സെട്ര എന്ന് കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ്, അതായത് ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ ഈ ഫ്ലോട്ടിനകത്താണ് ഇൻക്ലൂഡ് ചെയ്യുക. ഇത് അക്യുറേറ്റ് ആയിട്ട് ഒരു 15 ഡെസിമൽ പോയിൻറ്റ്സ് വരെയൊക്കെ സിസ്റ്റം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഫ്ലോട്ടിൻ്റെ പ്രത്യേകത. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വരുന്ന നമ്പർ ടൈപ്പ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സ് നമ്പർ കണ്ടെയ്ൻ ആൻ ഓർഡേർഡ് പെയർ. ഈ കോംപ്ലക്സ് നമ്പർ എങ്ങനത്തെ നമ്പേഴ്സാണ്? അതായത് ഓർഡേർഡ് പെയർ ആയിട്ട് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈപ്പാണെന്ന് പറഞ്ഞു, ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പാണെന്ന് പറഞ്ഞു. ഇതൊന്നും അല്ലാത്തൊരു ടൈപ്പാണ് ഈ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഓർഡേർഡ് പെയേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ, അവിടെ എക്സും വൈയും ഡിനോട്ട് ചെയ്യുന്നത് റിയൽ ആൻഡ് ഇമേജിനറി പാർട്സ് ആണ്. അത്തരം നമ്മൾ ഓർഡേർഡ് പെയേഴ്സ് ഇല്ലേ, നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത്തരം പെയേഴ്സ് വരുമ്പോഴാണ് നമ്മളവിടെ കോംപ്ലക്സ് നമ്പേഴ്സായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സിസ്റ്റം. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2.14j, 2.0 പ്ലസ് 2.3j എക്സെട്ര, അങ്ങനെ ഏത് നമ്പറും ആവാം. അപ്പോൾ ഇത്തരം ഓർഡേർഡ് പെയേഴ്സൊക്കെ വരുന്ന കേസുകളിൽ നമ്മളത് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്താണ്? അത് കോംപ്ലക്സ് നമ്പേഴ്സാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വേരിയബിൾസൊക്കെ ഉള്ള നമ്പേഴ്സ്, അതായത് റിയൽ നമ്പറും ഇമേജിനറി പാർട്ടൊക്കെ ഉള്ള നമ്പേഴ്സാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ നമ്പർ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ്, ലോജിക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ്. പിന്നെ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇതൊന്നും പ്രത്യേകിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നിടത്തൊരു എറർ വരാനുള്ള ചാൻസ് ഒന്നും പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പൈതൺ അത്രയും പോപ്പുലറായിട്ട് മാറിയത്. കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ ഒരാൾ ഇൻഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് ഫ്ലോട്ട് നമ്പർ കൊടുക്കുന്നവരുണ്ടാവും, ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻറ്റീജർ ടൈപ്പ് കൊടുക്കുന്നവരുണ്ടാവും. അത്തരം മിസ്റ്റേക്കുകൾ ഒരിക്കലും പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് വരുന്നില്ല. കാരണം എന്താണ്? സിസ്റ്റമാണ് അത് അനലൈസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തൊക്കെയായിരുന്നു? സിമ്പിളാക്കി പറയുകയാണെങ്കിൽ നമ്പർ ഡാറ്റ ടൈപ്പാണ് ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ഇൻറ്റീജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, കോംപ്ലക്സ് വാല്യൂസ് ഉണ്ട്. ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇൻറ്റീജർ നമ്പേഴ്സ് ഏതും ഇൻക്ലൂഡ് ചെയ്യാം. അതിനൊരിക്കലും ലെങ്ത്തിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും വരുന്നില്ല. ഏത് നമ്പറായാലും ഇൻറ്റീജറാണ്. പിന്നെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പേഴ്സാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഡെസിമൽ എന്ന് പറയുമ്പോൾ ഒരു 15 ഡെസിമൽ വരെയുള്ള പോയിൻറ്റുകൾക്ക് അക്യുറേറ്റ് ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് നമ്മുടെ കോംപ്ലക്സ് വാല്യൂസ് ആണ്. കോംപ്ലക്സ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സും ഇമേജിനറി പാർട്സും ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് ഓർഡേർഡ് പെയേഴ്സിലുള്ള നമ്പേഴ്സാണ്. അതാണ് കോംപ്ലക്സ് വാല്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ കൺസെപ്റ്റൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.